കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്നവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് എല്ലാവരുടെ ഉള്ളിലുമുള്ള ഒരു ചോദ്യത്തെ അഡ്രസ്സ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലരും എന്നോട് ആ ചോദ്യം ഈ ദിവസങ്ങളിൽ ചോദിച്ചു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉത്തരം ഒരു വീഡിയോ ആയിട്ട് ഇടാൻ പലരും റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പുറത്ത് ഞാനതൊരു വീഡിയോ ആയിട്ട് ഇവിടെ ഇടുകയാണ്. ചോദ്യം ഇതായിരുന്നു: യേശു ക്രിസ്തു എന്നത് ആരാണ്? ഒരു മുൻവിധിയില്ലാതെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ആരാണെന്ന് ഒന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവവചനം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ യേശുവിന് വളരെയധികം വിശേഷണങ്ങളുള്ളതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേക്ക് അധികം കടക്കാതെ തന്നെ യേശു എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞത് എന്നാദ്യം നമുക്കൊന്ന് നോക്കാം. യേശു ക്രിസ്തു യേശുവിനെ കുറിച്ച് തന്നെ അഡ്രസ്സ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം ഒന്നുകിൽ മനുഷ്യപുത്രൻ എന്നോ അല്ലെങ്കിൽ ദൈവപുത്രൻ എന്നോ എന്നാണ് അഭിസംബോധന ചെയ്തിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 9:6, 10:23, 11:19, അതുപോലെ 12:8 ഇതിലെല്ലായിടത്തും തന്നെ യേശു ക്രിസ്തു സ്വയം ഒരു മനുഷ്യപുത്രൻ അഥവാ സൺ ഓഫ് മാൻ എന്നാണ് സ്വയം അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഒരേ സമയം മനുഷ്യപുത്രൻ എന്ന് യേശു സ്വയം വിളിക്കുമ്പോൾ തന്നെ യേശുവിനെ ദൈവപുത്രൻ എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല ഭാഗങ്ങളിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. അവിടെ ദൂതന്മാർ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവിടെ ദൂതൻ മറിയയോട് പറയുന്ന ആ ഒരു ഭാഗത്തിൽ ദൂതൻ ഇരിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ യേശു ദൈവപുത്രൻ ആണെന്നതിന് ഒരു സാക്ഷ്യമായി നമുക്കതിനെടുക്കാം. അതോടൊപ്പം തന്നെ ദൂതനെ മാറ്റി നിർത്തിയാൽ സാത്താൻ യേശുവിനെ പലപ്പോഴും ദൈവപുത്രൻ എന്ന് വിളിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, അതുപോലെ തന്നെ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം, അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാൻ സാധിക്കും. സാത്താൻ യേശുവിനെ മഹോന്നതനായ ദൈവത്തിന്റെ ദൈവപുത്ര നീ ഞങ്ങളെ കാലത്തിന് മുന്നേ ഞങ്ങൾ എന്തുകൊണ്ട് പീഡിപ്പിക്കാൻ വന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതേസമയം തന്നെ മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ, അപ്പോ സുവിശേഷ കർത്താവായ മർക്കോസ് അതല്ലെങ്കിൽ അതിനാധാരമായിരിക്കുന്ന പത്രോസിന്റെ വിശ്വാസത്തിൽ അല്ലെങ്കിൽ അവർ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയം തന്നെ സ്നാപക യോഹന്നാൻ, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അവിടെയും യേശു ദൈവപുത്രനാണ് എന്നുള്ളൊരു സാക്ഷ്യം നമുക്ക് കാണുവാൻ സാധിക്കും യോഹന്നാൻ സ്നാപകന്റെ വായിൽ നിന്ന്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ പൗലോസിന്റെ പ്രസംഗം നോക്കുമ്പോൾ യേശു തന്നെ ദൈവപുത്രൻ എന്ന് അവൻ പള്ളികളിൽ പ്രസംഗിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പൊ പൗലോസിന്റെ സാക്ഷ്യത്തിൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 70-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു തന്നെ അതിന് സാക്ഷ്യം പറയുന്നു. എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്നെല്ലാവരും ചോദിച്ചതിന് നിങ്ങൾ പറയുന്നത് ശരി, ഞാൻ ആകുന്നു എന്നവൻ ഉത്തരം പറഞ്ഞു. അപ്പോ എല്ലാ സാക്ഷ്യങ്ങളിൽ നിന്നും തിരുവചനങ്ങളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്: യേശു ക്രിസ്തു ദൈവപുത്രൻ ആണ്. അതിന് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ല. അതല്ലെങ്കിൽ തിരുവചനം യേശുവിനെ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നു, അതിന് യാതൊരു മാറ്റവും ഇല്ല. അതേസമയം തന്നെ തിരുവചനം യേശു ക്രിസ്തുവിനെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുന്നു, അതിനും ഒരു മാറ്റമില്ല. ഇനി അടുത്ത ചോദ്യം: ഒരേ സമയം യേശു ദൈവപുത്രനാണ്, അതേസമയം തന്നെ അവൻ മനുഷ്യപുത്രനുമാണ്. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം, അവൻ അതേസമയം ദൈവവും കൂടെയാണോ എന്നുള്ളതാണ് ഞാൻ ഇന്ന് അഡ്രസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം. യേശു ക്രിസ്തു ദൈവമാണോ അല്ലയോ എന്നുള്ളത് ഇന്ന് തുടങ്ങിയ വിഷയമല്ല. ക്രൈസ്തവ സഭയുടെ ആരംഭദശയിൽ അഥവാ ആധുനിക ക്രൈസ്തവ സഭയുടെ ശിഷ്യന്മാരുടെ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, റോമൻ എംപയറിന്റെ കാലഘട്ടത്തിന് ശേഷം ക്രൈസ്തവ സഭ വളർന്ന സമയത്ത് അന്നുണ്ടായിരുന്ന തർക്കം ഇന്നും ഒരു പരിധി വരെ നിലനിൽക്കുന്നു. യേശു ദൈവമാണോ അല്ലെങ്കിൽ ദൈവപുത്രൻ മാത്രമാണോ? ദൈവത്തിന്റെ വചനത്തിൽ യേശു ദൈവമാണോ എന്ന് വ്യക്തമായി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലരും സംശയിച്ച് മുഖത്ത് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവവചനം യേശു ദൈവമാണെന്ന് പറയുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ യേശുവിനെ ദൈവമെന്ന് പലരും വിളിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം മുതൽ നോക്കാം. യെശയ്യാ പ്രവാചകൻ
യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആ അധിപത്യം അവന്റെ തോളിലിരിക്കും, അവന് അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഇവിടെ യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുക മുൻകൂട്ടി ഏകദേശം 400ഓളം വർഷങ്ങൾക്ക് മുമ്പേ യേശുക്രിസ്തു ജനിക്കുന്നതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുക അന്ന് ജനിക്കുന്ന ആ കുട്ടിയെ പിൽക്കാലത്ത് വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ വിളിക്കും. അപ്പോ യേശുവിനെ വീരനാം ദൈവം അല്ലെങ്കിൽ ഗിബ്ബോർ ഏൽ എന്ന് യെശയ്യാവ് അവിടെ വിളിച്ചിരിക്കുന്നു. അത് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അങ്ങനെ യെശയ്യാവ് അങ്ങനെ വിളിക്കുമ്പോൾ പലരും അതിന് മറ്റു പല വ്യാഖ്യാനങ്ങളും കൊടുക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ആളുകൾ അതിനെ വ്യാഖ്യാനിക്കുന്നത് ഗിബ്ബോർ ഏൽ അഥവാ വീരനാം ദൈവം എന്നുള്ള പദം മനുഷ്യനെ കുറിക്കുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് വീരനാം ദൈവമല്ല, അവൻ അതിലും വലിയ വിശേഷണങ്ങൾക്ക് അർഹനാണ് എന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ കഴിഞ്ഞിടയ്ക്ക് കേൾക്കാനിടയായി തീർന്നു. എന്നാൽ ഞാൻ പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുക്കുമ്പോൾ 1-ാമത്തെ കൽപ്പനയായിട്ട് കൊടുത്തത് തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അതുപോലെ തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 45-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: സകല ഭൂസീമ വാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. യെശയ്യാ പ്രവാചകൻ തന്നെ എഴുതി വെച്ച, യെശയ്യാ പ്രവാചകനോട് ദൈവം സംസാരിച്ചിട്ട് അതേ വാക്യങ്ങൾ അദ്ദേഹം കുറിച്ചു വെച്ചപ്പോൾ യഹോവയെ കുറിച്ച് പറയുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ലല്ലോ. അതേസമയം തന്നെ മോശയോട് ദൈവത്തിന്റെ കൽപ്പന സകല ഇസ്രായേലിനും സകല ജനത്തിനും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് പറയുമ്പോൾ ഏകദൈവ വിശ്വാസികളായ ജനതയ്ക്ക് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ആ ദൈവം യഹോവയാണെന്ന് പറയുമ്പോൾ യേശുവിനെ വരുവാൻ പോകുന്ന ആ ഒരു മനുഷ്യപുത്രനെ, നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു പറയുമ്പോൾ ആ വരാൻ പോകുന്ന മനുഷ്യപുത്രനെ ദൈവമെന്ന് യെശയ്യാവ് വിളിക്കുമ്പോൾ ഒന്നുകിൽ അവൻ ഒരേ സമയം മനുഷ്യപുത്രനും അതേസമയം ദൈവവുമായിരിക്കണം. അതല്ലെങ്കിൽ യെശയ്യാ പ്രവാചകൻ ചെയ്യുന്നത് ദൈവവചനത്തിന് വിരുദ്ധമായ ഒരു കാര്യമായിരിക്കും. ദൈവത്തിന്റെ വചനത്തിൽ ഒരു ദൈവമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച്, ദൈവ മക്കളെ സംബന്ധിച്ച് ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഉണ്ടാകാൻ പാടുള്ളൂ. എന്നാൽ ജാതികളെ സംബന്ധിച്ച് അവർ അനേകര ദൈവം എന്ന് വിളിക്കും. സാത്താനെ പോലും ദൈവം എന്ന് വിളിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. അത് നമ്മൾ എഴുതി വെക്കുമ്പോൾ അവരുടെ ദൈവം സാത്താൻ, ഇപ്പോൾ ഈവിൾ വർഷിപ്പുകാരെ നോക്കുമ്പോൾ അവർക്ക് സാത്താന ദൈവം. അപ്പൊ അവരെഴുതുമ്പോൾ നമ്മൾ സാത്താൻ അവരുടെ ദൈവം എന്ന് എഴുതാം. പക്ഷെ ഒരിക്കലും സാത്താനെ കയറി നമ്മൾ ദൈവം എന്ന് വിളിക്കുകയോ സാത്താനെ നമ്മുടെ ദൈവം എന്ന് ഒരിക്കലും പറയുകയോ ഇല്ല. കാരണം നമുക്കൊരൊറ്റ ദൈവം മാത്രമേ നമുക്കുള്ളൂ. അപ്പോ ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന് തിരുവചനം പറയുകയും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന് തിരുവചനം രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ യഹോവയായി ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിനെന്ന് യെശയ്യാ പ്രവാചകൻ തന്നെ ഇവിടെ പറയുമ്പോൾ അതേ യെശയ്യാ പ്രവാചകൻ തന്നെ യേശുവിനെ വീരനാം ദൈവം എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ യേശു ദൈവമാണെന്നതിന് ഇതിലും വലിയൊരു തെളിവിന്റെ ആവശ്യം നമ്മുടെ മുന്നിലില്ല. ഇതുപോലെ തന്നെ തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിനെ അഡ്രസ് ചെയ്യുന്ന ഭാഗം നമുക്കൊന്ന് എടുത്തു നോക്കാം. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 12-ഉം 13-ഉം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തിയോടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് തന്നെ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അപ്പൊ ഇവിടെ യേശുക്രിസ്തുവിനെ അപ്പോസ്തലനായ പൗലോസ്, യേശുവിനെ ദൈവപുത്രൻ തന്നെ എന്ന് പ്രസംഗിച്ച് നടന്ന അപ്പോസ്തലനായ പൗലോസും ഈ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവനെ, യേശുവിനെ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു എന്ന് വിളിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനും തിരുവചനം അനുസരിക്കുന്ന ഏവർക്കും ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുന്നുള്ള കൽപ്പന ബാധ്യതയുള്ളതാ. അവർ അനുസരിക്കേണ്ടതാ, അവർ വിശ്വസിക്കേണ്ടത് ദൈവത്തിന്റെ വായിൽ നിന്നുള്ള വാക്യമാണത്. അപ്പൊ ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറയുകയും പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഇസ്രായേൽ ഒരുവനായ അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ ദൈവമെന്ന് വിളിക്കണമെങ്കിൽ ആ പറഞ്ഞ വ്യക്തിയും, അതായത് ആദിമ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഇസ്രായേലിനോട് സംസാരിച്ച യഹോവ തന്നെയാണ് മനുഷ്യനായി അവതരിച്ച യേശു എന്ന് വ്യക്തമായിട്ട് അടിവരം ഇടുന്നതാണത്.
അതായത് മനുഷ്യപുത്രനായ യേശുവിനെ ദൈവം, വീരനാം ദൈവമെന്നും മഹാദൈവമെന്നും വിശേഷിപ്പിക്കുന്ന 2 വാക്യങ്ങളാണ് നമ്മളിവിടെ കണ്ടത്. ആദ്യത്തത് യെശയ്യാപ്രവാചകൻ യേശുവിനെ ദൈവമെന്ന് വിളിച്ചത്, വീരനാം ദൈവം എന്ന് വിളിച്ചത്. അതേസമയം തന്നെ ഇവിടെ പൗലോസ് യേശുവിനെ മഹാദൈവം എന്ന് വിളിച്ചത്. ഇനി യേശുക്രിസ്തു തന്നെ യേശുക്രിസ്തുവിനെ ഇങ്ങനെ വിളിച്ച തോമസിനോട് യേശുക്രിസ്തു തന്നെ അതിനെ ഓഗ്മെന്റ് ചെയ്യുന്നൊരു ഭാഗം നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 27 മുതൽ 29 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. തോമസ് അവനോട്, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഇവിടെ ഈ വാക്യം മറ്റു രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. അത് ഉള്ളൊരു കാര്യമാണ്, ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുക്കൽ പ്രത്യക്ഷമായ ഒരു സമയത്ത് തോമസ് അവിടെ ഇല്ലായിരുന്നു. കണ്ടവർ സാക്ഷ്യം പറഞ്ഞപ്പോൾ തോമസ് പറഞ്ഞു, ഞാനത് വിശ്വസിക്കില്ല, അവന്റെ ആണിപ്പഴുതിൽ കരമിട്ടിട്ടല്ലാതെ ഞാനത് വിശ്വസിക്കുകയില്ല എന്നവൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ തോമസും കൂടെ ഉള്ള സമയത്ത് യേശുക്രിസ്തു രണ്ടാമത് മാനിഫെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് തോമസിനോട് പറഞ്ഞു, നീ എൻ്റെ വിലാപ്പുറത്ത് നിന്റെ കൈകളെ ഇടുക, എൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ നീ കാണുക, എൻ്റെ വിലാപ്പുറത്തിൻ്റെ കൈയിടാൻ പറഞ്ഞ സമയത്ത് തോമസ് പറയുന്ന മറുപടിയാണ് അവിടെ വ്യക്തമായിട്ട് പറയുന്നത്. he replied to him and said to him. അവൻ മറുപടിയായിട്ട് യേശുവിനോട് പറഞ്ഞ വാക്കുകളാണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. ഇത് ചില ആളുകൾ ഇതിനെ ഒരു എക്സ്ക്ലമേഷൻ, ഒരു അത്ഭുത പ്രകടനമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വികാര പ്രകടനമായിട്ട് എടുക്കാറുണ്ട്. ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ ഞാൻ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ആ പറഞ്ഞയാളെയോ ആ കാര്യത്തെയോ അല്ല ഞാൻ കർത്താവ് എന്ന് വിളിക്കുന്നത്, ഞാൻ ഒരു അത്ഭുത പ്രകടനം, നമ്മൾ ഒരു വികാര പ്രകടനം നടത്തും. എൻ്റെ കർത്താവ് എന്ന് വിളിക്കുമ്പോൾ ഒരു ഓ മൈ ഗോഡ് എന്ന് വിളിക്കുന്ന ഒരു വികാര പ്രകടനമായിട്ട്. എന്നാൽ അങ്ങനെ ഒരു വികാര പ്രകടനമല്ല അവിടെ നടന്നത്. അവിടെ യേശുക്രിസ്തുവിനെ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമായുള്ളവ എന്ന് വിളിച്ചതാണെന്ന് തെളിയിക്കാൻ ഒന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ മതി. ഒന്നാമത്തെ കാര്യം, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ക്യൂരിയോസ് അഥവാ കർത്താവും തിയോസ് അഥവാ ദൈവവും എന്നുള്ളതാണ്. ക്യൂരിയോസ് എന്നുള്ള പദം പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് വ്യക്തമായിട്ട് 2 പർപ്പസിനാണ്. ഒന്ന്, യജമാനൻ എന്ന് കാണിക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തുവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ക്യൂരിയോസ്, കർത്താവ്, യജമാനൻ എന്ന അർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ റെഫർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമ ഭാഗങ്ങളെ ഉദ്ധരിക്കുമ്പോൾ അവിടെ യഹോവ എന്ന് പറയുന്ന പദത്തിന് അനുസൃതമായ പദമായിട്ട് അല്ലെങ്കിൽ തത്തുല്യമായ പദമായിട്ട് അവിടെ അഡോണായി എന്ന് യഹോവയ്ക്ക് വിളിച്ച് അതിന് തത്തുല്യമായ പദമായിട്ട് ക്യൂരിയോസ് ഉപയോഗിക്കുന്നു. അതായത് യഹൂദന്മാർ ഹീബ്രുവിൽ എഴുതുമ്പോൾ യഹോവ എന്നുള്ള പദത്തിന് പകരം അഡോണായി ഉപയോഗിക്കുന്ന പോലെ അതേ യഹൂദന്മാർ ഗ്രീക്കിലേക്ക് അതേ വചനം മാറ്റി എഴുതുമ്പോൾ യഹോവ എന്ന പദത്തിന് തത്തുല്യമായിട്ട് ക്യൂരിയോസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ 2 ഉപയോഗങ്ങളാണ് ക്യൂരിയോസ് അഥവാ കർത്താവ് എന്നുള്ള പദത്തിനുള്ളത്. ഒന്ന്, യേശുക്രിസ്തുവിനെ റെഫർ ചെയ്യാനും 2 യഹോവ എന്നുള്ള പേരിന് പകരമുള്ള ഒരു വാക്കായിട്ടും. അപ്പോൾ ഇവിടെ തോമസ് ഏത് രീതിയിലാണ് വിളിച്ചത്? യേശുക്രിസ്തുവിനെ റെഫർ ചെയ്ത് വിളിച്ചതാണോ ക്യൂരിയോസ് എന്ന്, അതല്ലെങ്കിൽ യഹോവ എന്നുള്ള പദത്തിനെ റീപ്ലേസ് ചെയ്താണോ ക്യൂരിയോസ് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വാക്യം പണ്ട് സങ്കീർത്തനങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ കർത്താവും എൻ്റെ മൈ അഡോണായ് ആൻഡ് മൈ ലോർഡ്, എൻ്റെ ദൈവവുമേ മൈ എലോഹിം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലാതെ എൻ്റെ യഹോവ എന്നുള്ള അർത്ഥത്തിൽ പഴയ നിയമത്തിൽ എങ്ങും ഒരു റെഫറൻസ് ഇല്ല. എൻ്റെ യഹോവയും എൻ്റെ ദൈവവുമായുള്ളവ എന്നുള്ള റെഫറൻസ് ഇല്ല. 2, യഹൂദനായി പിറന്ന ഒരുവൻ എക്സ്ക്ലെയിം ചെയ്യുമെങ്കിൽ ഒന്നുകിൽ അവൻ എൻ്റെ യഹോവേ എന്ന് പറഞ്ഞ് അവൻ അത്ഭുതപ്പെടും, അതല്ലെങ്കിൽ എൻ്റെ യഹോവയായ ദൈവമേ എന്ന് പറഞ്ഞവൻ അത്ഭുതപ്പെടും, അല്ലെങ്കിൽ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞവൻ അത്ഭുതപ്പെടും. അതല്ലാതെ എൻ്റെ യഹോവയും എൻ്റെ ദൈവവുമായുള്ളവനെ എന്ന് പറഞ്ഞവൻ അത്ഭുതപ്പെടില്ല. കാരണം അതൊരു ലോജിക്കൽ സെന്റൻസ് അല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഭാര്യയെ നമ്മൾ ഒരു കാര്യം പറഞ്ഞതുപോലെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ഭാര്യയുടെ പേര്, ഉദാഹരണത്തിന് ഇപ്പൊ ഭാര്യയുടെ പേര് മേരി എന്നാണെങ്കിൽ എൻ്റെ ഭാര്യയും എൻ്റെ മേരിയുമായുള്ളവേ എന്നൊരിക്കലും ഒരു മനുഷ്യനും പറയില്ല. ഓ മൈ മേരി ആൻഡ് മൈ വൈഫ് എന്നൊരിക്കലും പറയില്ല. അങ്ങനെ പറഞ്ഞാൽ അതൊരിക്കലും വ്യക്തവുമാകത്തുമില്ല.
അപ്പോൾ അങ്ങനെ പറയുന്നതുണ്ടെങ്കിൽ അതൊരിക്കലും ഒരു ഫസ്റ്റ് നെയിമും ഒരു വിശേഷണവും കൂടെ ഒരിക്കലും ഒരാളും എക്സ്ക്ലെയിം ചെയ്യാൻ ഉപയോഗിക്കത്തില്ല. അത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രൂഫാണ്. അപ്പോൾ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവനെ എന്ന് വിളിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓ മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് വിളിക്കുമ്പോൾ, ആ ലോർഡ് അഥവാ ക്യൂരിയോസ് എന്നുള്ള പദത്തിന് യഹോവ എന്നുള്ള പദത്തിന്റെ റീപ്ലേസ്മെന്റ് വേർഡ് അല്ലത്, മറിച്ച് പുതിയ നിയമത്തിൽ അതിന് മറ്റൊരു ഉപയോഗം ഉള്ളത് യേശുക്രിസ്തുവിനെ റെഫർ ചെയ്യുന്ന കർത്താവ് എന്നുള്ള പദമാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ റെഫർ ചെയ്യുന്ന ക്യൂരിയോസ് എന്നുള്ള പദമായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അങ്ങനെയാണെങ്കിൽ യേശുവിനെ നോക്കി തോമസ് വിളിക്കുക എന്റെ കർത്താവ് അഥവാ യേശുവേ, എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് വിളിക്കും. മൈ ലോർഡ് ആൻഡ് മൈ ഗോഡ് എന്ന് വിളിക്കുമ്പോൾ യേശുവിനെ മുഖത്ത് നോക്കി എന്റെ കർത്താവ് എന്റെ ദൈവമേ എന്ന് വിളിക്കുകയാണ് അവിടെ തോമസ് ചെയ്ത്. അത് കണ്ടിട്ട് യേശുക്രിസ്തു പറഞ്ഞ് നീ കാണാതെ വിശ്വസിച്ചു, നീ കണ്ടിട്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് കർത്താവോടെ പറയാനിടയായി തീർന്നു. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ആളുകൾ പറയുന്ന പോലെ ഒരു വലിയൊരു എക്സ്ക്ലമേഷന്റെ പോസിബിലിറ്റി അവിടെ ഇല്ല. ഒന്നാമത്തെ റീസൺ, യേശുക്രിസ്തു ജീവനോടെ ഇരിക്കുമ്പോൾ പറയുവാണെങ്കിൽ 10-ലധികം സ്ഥലങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞു ഞാൻ മരിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും, ഞാൻ പീഡകൾ അനുഭവിച്ചു മരിക്കും, ഞാൻ 3-ാം നാൾ ഉയർത്തെഴുന്നേക്കും. ശിഷ്യന്മാരുടെ ഉള്ളിൽ അങ്ങനെ ഒരു സെന്റൻസ് പതിഞ്ഞു കിടപ്പുണ്ട്. 2, മറ്റു ശിഷ്യന്മാർ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. അത് കേട്ടതാ, അല്ലാതെ പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന ഒരു റാപ്ചർ അല്ല അവിടെ നടന്നത്. പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്ന ഒരു വലിയ സംഭവം അല്ല നടന്നത്. മുന്നേ കേട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നിട്ട് അവന് വിശ്വാസം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തു രണ്ടാമത് കണ്ടപ്പോൾ അവന് വിശ്വാസം വന്നു, അത് മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരു വലിയ പെട്ടെന്നുണ്ടാകുന്ന ഒരു മെന്റൽ ഷോക്ക് അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് ആ സാഹചര്യം തന്നെ നമ്മളോട് വ്യക്തമാക്കുന്നു. അപ്പോൾ തോമസ് യേശുക്രിസ്തുവിനെ എന്റെ കർത്താവും എന്റെ ദൈവവുമായുള്ളവേ എന്ന് വിളിച്ചു. അവിടെ യേശുക്രിസ്തു അതിനെ എതിർക്കില്ല. ഞാൻ ദൈവമല്ല, ഞാൻ ദൈവപുത്രൻ മാത്രമാ, നീ എങ്ങനെ വിളിക്കരുത്, അത് പാപമാണെന്ന് പറയുകയില്ല. നീ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു, നീ കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് യേശുക്രിസ്തുவோട് ഉത്തരം പറഞ്ഞത്. ഇനി ഇതെല്ലാം മറ്റുള്ളവർ യേശുവിനെ ദൈവം എന്ന് പറഞ്ഞതാ. ഇതിൽ നിന്ന് മാറ്റി നിർത്തി യേശു തന്നെ യേശുവിനെ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ നേരിട്ട് യേശു പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവമാണെന്ന് യേശു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ യേശുക്രിസ്തു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വ്യക്തമായിട്ട് ദൈവവചനം വായിച്ചു നോക്കാൻ ബുദ്ധിയുള്ളവർ അന്വേഷിച്ച് കണ്ടെത്തുമെന്ന് കർത്താവ് ചുമ്മാതല്ല, വായിച്ചു നോക്കി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. വെളിപ്പാടിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഞാൻ അൽഫയും ഒമേഗയും, ഒന്നാമത്തവനും ഒടുക്കത്തവും ആദിയും അന്തവുമാകുന്നു എന്നുള്ള ടേം ഉപയോഗിക്കാൻ, അങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിശേഷണം ഉപയോഗിക്കാൻ അധികാരമുള്ളത് സർവത്തിന്റെയും ഉടയവനും സൃഷ്ടാവുമായ ദൈവത്തിന് മാത്രമാണ്. അതിന് അടിവരയിടുന്നതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്ന വാക്യം. 44-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യൻ അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവമില്ല. ദൈവത്തിനു മാത്രം അവകാശപ്പെടാനാവുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ അഥവാ വിശേഷണമാണ് ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ള ഡിസ്ക്രിപ്ഷൻ. ഇവിടെ യേശു അവകാശപ്പെട്ടെങ്കിൽ ഒന്നുകിൽ യേശു ദൈവമാണ്, അല്ലെങ്കിൽ യേശു പാപം ചെയ്യുക. എന്തായാലും രണ്ടാമത്തതല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് യേശു ദൈവമാണെന്നത് അടിവരയിടുന്നു. എന്നാൽ ഇതിന് മറുവശമുണ്ട്, മറുവാദഗതികളുണ്ട്. തിരുവചനം കയ്യിലുള്ളവർ തന്നെയാണ് മറുവാദവുമായിട്ട് വരുന്നത്. ആ മറുവാദം എന്താണെന്ന് ഇവിടെ നമുക്ക് നോക്കാം. മറുവാദക്കാർ പറയുമ്പോൾ യേശുക്രിസ്തുവോടൊരു ദൂതൻ അഥവാ മെസഞ്ചർ മാത്രമാണ്. അപ്പോ യേശുക്രിസ്തു പറയുന്നത് സർവശക്തനായ യഹോവയുടെ വാക്കുകൾ യേശുക്രിസ്തുവിലൂടെ നമ്മൾ കേൾക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു മറുവാദം ഞാൻ ഈയിടയ്ക്ക് കേൾക്കുവാനിടയായിട്ടുള്ളൂ. അപ്പോ പറഞ്ഞത് യേശുവാണെങ്കിലും അത് യഹോവയുടെ ദൂതാണ്, യേശു എന്നുള്ള മെസഞ്ചർ, ദൂതൻ അവിടെ നമ്മളോട് പറയുന്നത് എന്നുള്ളൊരു കാര്യം. എന്നാൽ അങ്ങനെ പറയുന്ന ആളുകൾ കേൾക്കുന്നവരിലുണ്ടെങ്കിൽ ഞാൻ അവരുടെ ശ്രദ്ധയെ അതിന്റെ താഴേക്ക്, ആ 22-ാം അധ്യായത്തിന്റെ തന്നെ താഴേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. 22-ാം അധ്യായത്തിന്റെ 12-ഉം 13-ഉം വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഞാൻ ആൽഫയും ഒമേഗയും, ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു. ഈ വാക്യം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാവും. ഇതാ ഞാൻ വേഗം വരുന്നു എന്നാര് പറയുന്നുവോ അത് പിതാവായ യഹോവയായ ദൈവമാണോ ആ പറയുന്നതെങ്കിൽ ആ പറയുന്ന വ്യക്തിയാണ് ആദിയും അന്തവും. എന്നാൽ അത് യേശുവാണ് പറയുന്നതെങ്കിൽ ആ പറയുന്ന വ്യക്തിയാണ് ആദിയും അന്തവും. അപ്പോ
ആരാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന തിരുവചനത്തിൽ, അല്ലെങ്കിൽ വേഗം വരുന്നവൻ ആരാണോ അവനാണ് ഈ ആദിയും അന്തവും എന്ന് വ്യക്തമായിട്ട് അവിടെ അടിവരയിടുന്നു. ആരാണ് വേഗം വരുന്നതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമുള്ള കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് മേഘത്തിൽ വേഗം വരുന്നവൻ എന്ന് പറഞ്ഞത് യേശു ക്രിസ്തു മാത്രമാണ്. അത് യേശു ക്രിസ്തു തന്നെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തവൻ ആരാണോ അവൻ ആദിയും അന്തവുമാണെന്ന വാക്യം സാക്ഷ്യമിടുമ്പോൾ എങ്ങനെ നമുക്ക് പറയുവാൻ സാധിക്കും യേശു ഒരു മെസഞ്ചർ മാത്രമാണ്, ആദിയും അന്തവുമായവന്റെ വാക്കുകളെ പറയുന്ന ഒരു മെസഞ്ചർ മാത്രമാണെന്ന്? ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയപ്പെടുന്നവൻ, അതായത് യേശു ക്രിസ്തു തന്നെയാണ് ആദിയും അന്തവും എന്ന്. അതിന്റെ താഴേക്ക് വായിക്കുമ്പോൾ 22-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം എടുക്കുമ്പോൾ ഇത് സാക്ഷീകരിക്കുന്നവൻ അതേ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ, കർത്താവ് യേശുവേ വരയണമേ എന്ന് യോഹന്നാൻ സാക്ഷ്യവും പറയുന്നു. അപ്പോ വേഗം വരുന്നു എന്ന് അരുളി ചെയ്തത് യേശു ക്രിസ്തുവാണ്. അങ്ങനെയാണെങ്കിൽ വേഗം വരുന്നവനാണ് ആദിയും അന്തവും, അതായത് യേശു ക്രിസ്തു തന്നെയാണ് ആദിയും അന്ത്യവും എന്ന് അവിടെ വ്യക്തമായിട്ട് അടിവരയിടുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവ പറയുന്നു, ഞാൻ ആദിനും അന്ത്യനും, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല. ഇതിൽ പരം എന്ത് തെളിവ് വേണം? യേശു ക്രിസ്തു സ്വയം പറഞ്ഞതാ ഞാനാണ് ആദിനും അന്ത്യനും. അതായത് യേശു ക്രിസ്തു സ്വയം പറഞ്ഞതാ ഞാൻ ദൈവമാണെന്ന്. ദൈവത്തിന് മാത്രം എടുക്കുന്ന വിശേഷണം യേശു ക്രിസ്തു എടുത്തെങ്കിൽ യേശു ദൈവമാണ്, അല്ലാതെ മറ്റൊരു പോസിബിലിറ്റി അവിടെ ഇല്ല. ഇനിയും സംശയം അവശേഷിക്കുന്നുണ്ടെങ്കിൽ വെളിപ്പാടിന്റെ പുസ്തകം തന്നെ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം എടുത്തു കഴിഞ്ഞാൽ, സ്മിർനയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു. മരിച്ച 2 വിശേഷണങ്ങളാണ് ആ വ്യക്തി അവിടെ കൊടുക്കുന്നത്. പറയുന്നയാൾക്ക് 2 വിശേഷണങ്ങൾ കൊടുക്കും. 1, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്തവൻ. 2, ആദ്യനും അന്ത്യനുമായവൻ. അതായത് ആരാണോ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചത് അവൻ ആദ്യനും അന്ത്യനുമാണെന്ന് വ്യക്തമായിട്ട് അവിടെ അടിവരയിടുന്നു. അപ്പോൾ യേശു ക്രിസ്തുവാണ് മരിച്ചവനായിരുന്നു വീണ്ടും ജീവിച്ചത്, അവൻ തന്നെയാണ് ആദ്യനും അന്ത്യനുമാണെന്ന് അവിടെ അടിവരയിടുന്നു. അപ്പൊ യേശു ക്രിസ്തു തന്നെ സ്വയം എടുത്തൊരു ഡെസിഗ്നേഷൻ ആണ്, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. ദൈവത്തിനും മാത്രം അവകാശപ്പെട്ട, യഹോവയ്ക്കും മാത്രം അവകാശപ്പെട്ട ഡെസിഗ്നേഷൻ യേശു എടുക്കണമെങ്കിൽ ഒരേ ഒരു പോസിബിലിറ്റി അവിടെയുള്ളൂ, യേശു ക്രിസ്തു ദൈവം ആണ് എന്നൊരു മാത്രം. പോസിബിലിറ്റി അല്ല, ദാറ്റ്സ് ദ ട്രൂത്ത്. ഇനി ഇത് കൂടാതെ തന്നെ യേശു ക്രിസ്തു തന്നെ സ്വയം പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെയാണ് പിതാവെന്ന്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം 9-ാം വാക്യമൊക്കെ നമ്മൾ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. യേശു ക്രിസ്തു ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നു, ഞാൻ അവിടെ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കാം എന്നങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഫിലിപ്പോസ് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഇത്രകാലം ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഹൗ ക്യാൻ യു സേ? എങ്ങനെ നിനക്ക് പറയുവാൻ സാധിക്കും പിതാവിനെ ഞാൻ പിന്നെ കാണിച്ചു തരണമെന്ന്? കാരണം എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ ഞാൻ പിതാവിനെ കാണിച്ചു തരണം നീ എങ്ങനെ ചോദിക്കാൻ നിനക്ക് ധൈര്യം വരുന്നു എന്ന് തന്നെ കർത്താവോട് ചോദിച്ചു. അപ്പോൾ ചോദിക്കും, ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തിന്റെ മുഖം കാണുക തന്നെ ചെയ്യും. മോശയോട് ദൈവത്തിന്റെ പ്രവചനമുണ്ട്, ദൈവത്തിന്റെ മുഖം അവൻ കാണുക തന്നെ ചെയ്യും. അവരോട് ഞാൻ അഭിമുഖമായിട്ടാണ് സംസാരിച്ചത്, സ്പഷ്ടമായിട്ടല്ല. അവൻ എന്റെ രൂപം കാണുക തന്നെ ചെയ്യും. മോശയോട് വ്യക്തമായിട്ട് ദൈവം സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന്റെ മുഖം കാണുന്നു എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിടെ പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ നീ ഒരു പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ യേശു തന്നെയാണ് ദൈവം അഥവാ പിതാവെന്ന് വ്യക്തമായിട്ട് അടിവരയിടുന്നതാ. ഒരു മനുഷ്യന് ദൈവത്തെ കാണുവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ആ ദൃശ്യമായ രൂപത്തിൽ ദൈവം വന്നിട്ടുള്ള ഒരേ ഒരു രൂപത്തിൽ മാത്രമാണ്, അത് യേശു എന്ന രൂപത്തിൽ മാത്രമാണ്. അതുകൊണ്ടാണ് യേശുവിന് അങ്ങനെ പറയാൻ സാധിച്ചതും, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഒരു അപ്പനും മോനും നമ്മുടെ റിലേഷൻ ആണെങ്കിൽ ഒരു മകനെ കണ്ടവൻ ഒരിക്കലും പിതാവിനെ കാണുന്നവനല്ല. കാരണം മകനും അപ്പനും രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ്. എന്നാൽ ഒരേ വ്യക്തിത്വവും ഒരേ ആള് തന്നെയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റുള്ളൂ, എന്നെ കണ്ടോ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പിന്നെ ഒരു പിതാവിനെ കാണിച്ചപ്പോൾ നീ പറയുന്നത് എങ്ങനെ? ഹൗ ക്യാൻ യു ആസ്ക്? ഓക്കെ, അപ്പൊ യേശു തന്നെ അവിടെ വ്യക്തമായിട്ട് പറയുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. അതും വ്യക്തമായിട്ട് പറയുന്നൊരു വാക്കാ. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞു, എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ ഞാനൊരു പിതാവിനെ എങ്ങനെ കാണിച്ചു തരും? ഇത് കൂടാതെ തന്നെ ഇത്രയും വ്യക്തമായിട്ട് യേശുവിനെ ദൈവം എന്ന് വിളിച്ചത്, മറ്റുള്ളവർ വിളിച്ചത്, യേശു സ്വയം പറഞ്ഞത്. എന്നാൽ
ബൈബിളിലേക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അനേക പ്രവചനങ്ങൾ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. യേശു തന്നെ ദൈവം, പഴയ നിയമത്തിൽ യഹോവ എന്ന് പറയുന്ന ഏക ദൈവം യേശു ക്രിസ്തു തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്കെടുക്കാം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഓൾറെഡി എടുത്തൊരു വാക്യമാണ്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. നിത്യപിതാവ് എന്നൊരു ഡെസിഗ്നേഷൻ, ഒരു പ്രവചനം യേശു ക്രിസ്തുവിനെ കുറിച്ച് വരാൻ പോകുന്ന മനുഷ്യപുത്രൻ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പുത്രൻ, മനുഷ്യപുത്രനെ നിത്യ പിതാവ് എന്ന് വിളിക്കപ്പെടുമെന്നൊരു വാക്യം നമ്മളൊരു പ്രവചനോടെ കാണുക. എന്നാൽ നമുക്കറിയാം മലാഖിയുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്, നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ ശുദ്ധമാക്കേണ്ട നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നതുണ്ട്. അവിടെ വ്യക്തമായി പറഞ്ഞു നമുക്കെല്ലാവർക്കും ഒരു പിതാവേ ഉള്ളൂ, ഒരു ദൈവമേ ഉള്ളൂ. അതുപോലെ യെശയ്യാവിന്റെ പുസ്തകം 64-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു, ഞങ്ങൾ എല്ലാവരും നിന്റെ കൈപ്പണിയത്ര. അവിടെ യെശയ്യാപ്രവചനം വ്യക്തമായിട്ട് പറഞ്ഞു, എങ്കിലും യഹോവേ നീ ഞങ്ങളുടെ പിതാവ്. അതുപോലെ തന്നെ 63-ാം അധ്യായം യെശയ്യാപ്രവചന പുസ്തകം തന്നെ 63:16 ഇങ്ങനെ വായിക്കുന്നു, എങ്കിലോ യഹോവേ നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങളെ കളിമൺ. ആ സെയിം വാക്യം തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. അതേസമയം തന്നെ ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഭോഷത്വവും ജ്ഞാനവുമുള്ള ജനമേ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്, അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ, അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. ഇവിടെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം, യഹോവയാണ് നിന്റെ പിതാവ്, നിനക്ക് മറ്റൊരു പിതാവില്ല. യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ അബ്രഹാം പിതാവാണെന്ന് പറഞ്ഞ ഇസ്രായേൽ ജനത്തെ കൊണ്ട്, യഹൂദ പരീശന്മാരെ കൊണ്ട് യേശു ക്രിസ്തുവിനെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് യേശു ക്രിസ്തുവിനെ അവരെ കൊണ്ട് പറയിപ്പിച്ചു, ദൈവമാകുന്നു ഞങ്ങളുടെ പിതാവ്, മറ്റൊരു പിതാവ് ഞങ്ങൾക്കില്ല എന്ന് ഈ ബൈബിളിലെ തിരുവചനം മുഴുവൻ സാക്ഷീകരിക്കുന്നു. യഹോവ അഥവാ പിതാവാം ദൈവം യഹോവയാണ് ഞങ്ങളുടെ പിതാവെന്ന് സാക്ഷീകരിക്കുമ്പോൾ യെശയ്യാപ്രവാചകൻ ജനിച്ചു വീഴുന്ന മശിഹയെ നോക്കിക്കൊണ്ട്, മനുഷ്യപുത്രനെ നോക്കിക്കൊണ്ട്, അഥവാ ദൈവപുത്രനെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുക, ഒരു ദിവസം ഇവൻ നിത്യ പിതാവെന്ന് വിളിക്കപ്പെടും. അതായത് അവനെ അറിയുന്നവർ, അവനെ അറിയുന്ന ഒരു ദിവസമുണ്ട്. അവൻ ആരാ? നമ്മുടെ മുന്നിലുള്ള മനുഷ്യനായി പിറന്ന മനുഷ്യപുത്രൻ അഥവാ മശിഹ ആരാണെന്ന് മനസ്സിലാക്കുന്ന നിമിഷം അവൻ അങ്ങനെ വിളിക്കപ്പെടും, നിത്യ പിതാവെന്ന് വിളിക്കപ്പെടും. ആ യേശുവിനെ അറിയുമ്പോൾ, അവനെ യഥാർത്ഥത്തിൽ ആരാണെന്ന് അറിയുമ്പോൾ നമ്മൾ അവനെ നിത്യപിതാവെന്ന് വിളിക്കും. ഒരു ഫ്യൂച്ചർ ടെൻസ് അവൻ അങ്ങനെ വിളിക്കപ്പെടും. അപ്പോ യേശു ക്രിസ്തു നിത്യ പിതാവെന്ന് യെശയ്യാപ്രവാചകൻ പറയുകയും തിരുവചനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യഹോവയല്ലാതെ മറ്റൊരു പിതാവില്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആ യഹോവ തന്നെയാണ് യേശു ക്രിസ്തുവായി ഇറങ്ങി വന്നതിന് എന്നുള്ളതിന് മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല. ഇനിയും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. സെഖര്യാപ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ, സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരുശലേം പുത്രിയെ ആർപ്പിടുക, ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു, അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനുമായി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വന്നു. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, സിയോൻ പുത്രിയെ ആനന്ദിക്കുന്ന നിന്റെ രാജാവ് ഇതാ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രായേലിന്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവുമാകുന്നു. ഇസ്രായേലിന്റെ സൃഷ്ടാവും രാജാവുമായുള്ളവൻ ഒരുത്തൻ മാത്രമാ, അത് യഹോവയാ. ശമൂവേലിനോട് ഒരു രാജാവിനെ വേണമെന്ന് ഇസ്രായേൽ ജനം പറയുമ്പോൾ ശമൂവേലിനോട് യഹോവ പറയുന്നത്, നീ ദുഃഖിക്കേണ്ട കാര്യമില്ല, അവർ രാജാവല്ലാതായിരിക്കത്തക്കവണ്ണം നിന്നെയല്ല താഴ്ന്നത്, അവർ എന്നെയാണ് ഉപേക്ഷിച്ചത്. ഇസ്രായേലിന്റെ രാജാവ് എന്ന് പറയുന്ന യഹോവ തന്നെയാണെന്ന് അടിവരയിടുന്ന പദങ്ങളാണിവ. അപ്പൊ ഇസ്രായേലിന്റെ രാജാവ് യഹോവയായിരിക്കെ ഇസ്രായേലിന്റെ രാജാവ് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുമെന്നുള്ള പ്രവചനം യേശു ക്രിസ്തു ഇവിടെ നിവർത്തിക്കുകയും അത് ഈ പ്രവചനം തന്നെയാണ് നിവർത്തിക്കുന്നതെന്ന് അടിവരയിടുകയും ചെയ്തിരിക്കുന്നത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 14-ാമത്തെ വാക്യം, യേശു ഒരു ചെറിയ കഴുതയെ കണ്ടിട്ട് അതിന്മേൽ കയറി. 15-ാമത്തെ വാക്യം, സിയോൻ പുത്രി ഭയപ്പെടേണ്ട, ഇതാ നിന്റെ രാജാവ് കഴുതക്കുട്ടിപ്പുറത്ത് കയറി വരുന്ന എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അതായത് യഹോവ കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ യേശു ക്രിസ്തു വന്നു എന്നാ പറയുന്നത്. യഹോവ തന്നെയാണ് മനുഷ്യനായിട്ടൊരു കഴുതക്കുട്ടിയുടെ പുറത്തെ കയറി വന്നു എന്നുള്ളതിന് അടിവരയിടുന്നത്. അതായത് യഹോവ തന്നെയാണ് ഒരു മനുഷ്യപുത്രനായിട്ട് കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്നത്, അഥവാ യഹോവ തന്നെയാണ് ഒരു ദൈവപുത്രനായിട്ട് കഴുതയുടെ പുറത്ത് കയറിയിരിക്കുന്നതിന് അടിവരയിടുന്ന പ്രവചനം. ഇതിനപ്പുറം ഒരു പ്രവചനം തന്നെ നമുക്ക് പറയുവാനില്ല.
ഇനി നോക്കുവാണ് അനേക പ്രവചനങ്ങൾ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന അടക്കം ഇത് യഹോവ, ഇത് എനിക്ക് എന്റെ ജനം വിധിച്ചിരിക്കുന്ന മനോഹരമായൊരു വില എന്ന് യഹോവ ഉത്തരം പറഞ്ഞു നമ്മൾ സെഖര്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തതും വിലയിട്ടതും അത് യേശു ക്രിസ്തുവിന് മതിച്ച മനോഹരമായൊരു വില ആണത് എന്ന് നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിലും വായിക്കുന്നു. അത് കുശവന്റെ നിലത്തിന് വേണ്ടി അവർ കൊടുക്കുകയും ചെയ്തു എന്ന് വ്യക്തമായിട്ട് ആ പ്രവചനം വീണ്ടും അവിടെ എടുത്ത് വ്യക്തമായിട്ട് അവിടെ പറയുന്നു. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാവുന്നത് എന്താ? ദൈവമായിരുന്ന പിതാവായിരുന്ന യഹോവയായ ദൈവം തന്നെയാണ് ഒരു മനുഷ്യപുത്രനായി അഥവാ ഒരു ദൈവപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് നീ ദൈവപുത്രൻ എന്ന് വിളിച്ചാൽ അത് തെറ്റാവത്തില്ല, നീ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചാൽ അത് തെറ്റാവത്തില്ല, അതേ സമയത്തിന് നീ അവനെ ദൈവം എന്ന് വിളിച്ചാൽ അതും തെറ്റാവുകയില്ല. അപ്പോ ഒരേ ദൈവം തന്നെ ഇറങ്ങി ഒരു മനുഷ്യപുത്രനായി അഥവാ ഒരു ദൈവപുത്രനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ് യേശു ക്രിസ്തു എന്നുള്ളതിന് വ്യക്തമായ ഒരു അടിവരയിടല. അപ്പോ പഴയ നിയമത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ യഹോവയായ ദൈവം തന്നെ ഇങ്ങനെ ഇറങ്ങി വരുമെന്ന്? പഴയ നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അനേക സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവ പറഞ്ഞു ഞാനൊരു വീണ്ടെടുപ്പുകാരനായി വരും എന്ന വാക്യം നമുക്ക് പല സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കും. ഞാൻ ഒരു ഉദാഹരണത്തിന് നമുക്ക് എടുക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതിന്റെ 13-ാം വാക്യം മുതൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അതിക്രമം ചെയ്ത് യഹോവയെ നിഷേധിക്കുക, ഞങ്ങളുടെ ദൈവത്തെ വിട്ടുമാറുക, പീഡനവും മത്സരവും സംസാരിക്കുക, വ്യാജവാക്കുകളെ ഗർഭം ധരിച്ച് ഹൃദയത്തിൽ ഉച്ചരിക്കുക എന്നിവ തന്നെ. അങ്ങനെ ന്യായം പിന്മാറി നീതി അകന്നു നിൽക്കുന്നു, സത്യം വീതിയിൽ ഇടറുന്നു, നേരിന് കടപ്പാൻ കഴിയുന്നതുമില്ല, സത്യം കാണാതെയായി, ദോഷം വിട്ടകലുന്നവൻ കവർച്ചയായി ഭവിക്കുന്നു. യഹോവ അത് കണ്ടിട്ട് ന്യായമില്ലായ്ക നിമിത്തം അവന് അനിഷ്ടം തോന്നുന്നു. യഹോവയ്ക്ക് അനിഷ്ടം തോന്നുന്നു. ആരുമില്ലെന്ന് അവൻ കണ്ട് പക്ഷവാദം ചെയ്യാൻ ആരുമില്ലായ്കയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷ വരുത്തി. യഹോവയുടെ ഭുജം തന്നെ യഹോവയ്ക്ക് രക്ഷ വരുത്തി നമുക്കവിടെ കാണാൻ സാധിക്കും. അതിന്റെ താഴേക്ക് വരുമ്പോൾ യഹോവ ഒരു തീഷ്ണതയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രതികാര വസ്ത്രം എടുത്തു വരുന്ന വാക്യം നമ്മൾ കാണുവാൻ സാധിക്കും. അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ അവർ പടിഞ്ഞാറ് യഹോവയുടെ നാമത്തെയും കിഴക്ക് അവന്റെ മഹത്വത്തെയും ഭയപ്പെടും. കെട്ടിനിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ ഒരു നദി പോലെ അവൻ വരും. അതായത് യഹോവ വരും. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്ക് അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ യഹോവയായ ദൈവം തന്നെ മറ്റാരും അവന് വേണ്ടി ഒരു സാക്ഷി പറയാൻ അല്ലെങ്കിൽ വാദിക്കാൻ ഇല്ലായകൊണ്ട് ന്യായത്തിന് വേണ്ടി നിൽക്കാൻ ഒരാളുമില്ലാണ്ട് യഹോവ തന്നെ ഇറങ്ങി വരും, വീണ്ടെടുപ്പുകാരനായിട്ട് ഇറങ്ങി വരും. ആ വീണ്ടെടുപ്പുകാരനായിട്ട് യഹോവ വരുമ്പോൾ ഒരേ സമയം അവനെ അനുസരിക്കുന്നവർക്ക് അത് അനുഗ്രഹവും അവനെ എതിർക്കുന്നവർക്ക് അത് പ്രതികാരവുമായി തീരുമെന്ന് വ്യക്തമായിട്ട് യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്ന ഒരു നദി പോലെ അവൻ വരുമെന്ന് പറഞ്ഞ് യഹോവ വരുമെന്ന് തന്നെ ആ പ്രവചനോടെ അടിവരയിട്ട് പറയുക. അപ്പോൾ അങ്ങനെ യഹോവ തന്നെ ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് വരുന്ന നിമിഷം അത് അവനെ അനുസരിക്കുന്നവർക്ക് അത് അനുഗ്രഹവും അവനെ എതിർക്കുന്നവർക്ക് അതൊരു പ്രതികാരത്തിന്റെ കാരണമായി തീർന്ന് നമ്മളിവിടെ വായിക്കുന്നു. ഇതേ ടോണിൽ തന്നെ ഒരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. 2 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയെ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവ് യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്കും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. അവൻ വീണ്ടെടുപ്പുകാരൻ, യഹോവ തന്നെ, ദൈവമായ യഹോവ തന്നെ വീണ്ടെടുപ്പുകാരനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് പ്രവാചകന്മാർ പ്രവചിച്ചത് വ്യക്തമായി കാണുന്നതാണ്. യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നതും ഇനി വരുവാനിരിക്കുന്നതും. അപ്പോ ഇങ്ങനെ നോക്കുമ്പോൾ യേശു ക്രിസ്തു ഇതല്ലാതെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് പലപ്പോഴും ഞാൻ ആകുന്നു ദൈവം എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് മനസ്സിലാക്കിയെടുക്കാനുള്ള ശേഷി നമ്മൾ പലർക്കും നഷ്ടമായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. ദൈവത്തിന്റെ പേര് വെളിപ്പെടുത്തിയ ആദ്യത്തെ സന്ദർഭമാണ് മോശയുടെ എടുക്കൽ. ദൈവമേ നിന്റെ പേരെന്താണ്? ഞാൻ എൻ്റെ ജനത്തോട് ചെന്നിട്ട് എൻ്റെ പിതാക്കന്മാരുടെ ദൈവം എന്ന് പറയുമ്പോൾ നിന്റെ പേരെന്തെന്ന് അവർ എന്നോട് ചോദിച്ചു ഞാൻ എന്തുത്തരം പറയണമെന്ന് മോശ ചോദിച്ചപ്പോൾ ദൈവം മോശയോട് മറുപടി പറഞ്ഞത് ഞാൻ ആകുന്നവൻ ഞാനാകുന്നു, ഐ ആം വാട്ട് ഐ ആം. അതല്ലെങ്കിൽ അതിന്റെ ഹീബ്രുവിലേക്ക് കിടക്കുമ്പോൾ യഹിയെ അഷർ യഹിയെ എന്നുള്ള ടേം ആണ് അവിടെ കർത്താവ് ഉപയോഗിച്ചത്. ഹയ എന്നുള്ള വാക്കിന്റെ ഒരു വകഭേദമാണ് യഹിയെ അഷർ യഹിയെ. അപ്പൊ യഹിയെ എന്ന് പറയുന്നതിന് ഇരിക്കുന്നവൻ വരുന്നവനും ആ ഒരു എല്ലാ അത് കാലങ്ങളില്ലാത്തവൻ, അവൻ എന്താണോ അവനാണത് എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ഐ ആം ദാറ്റ് ഐ ആം അല്ലെങ്കിൽ ഐ ആം വാട്ട് ഐ ആം അല്ലെങ്കിൽ ഐ വിൽ ബി വാട്ട് ഐ വിൽ ബി എന്നുള്ള ട്രാൻസ്ലേഷൻസ് ആ പദത്തിന് കൊടുത്ത്. ഈ യഹിയെ എന്നുള്ള പദം അഥവാ ഹയ എന്നുള്ള റൂട്ട് വേർഡിൽ നിന്നാണ് പിൽക്കാലത്ത് യഹോവ അല്ലെങ്കിൽ യാവ എന്നുള്ള 4 അക്ഷരങ്ങൾ വന്നതെന്നും പറയപ്പെടുന്നുണ്ട്. ഓക്കെ, എന്തായാലും ദൈവം തന്റെ പേര് ആദ്യമായി വെളിപ്പെടുത്തി യഹിയെ എന്നുള്ളവൻ നിന്നെ അയച്ചു എന്ന് അവരോട് പറയുക എന്നാ പറഞ്ഞത്.
ഈ യഹിയെ എന്ന് പറയുന്ന പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിലെ വാക്യങ്ങളിൽ അതിന് തത്തുല്യമായ ഗ്രീക്ക് വേർഷൻ അഥവാ സെപ്റ്റുവാജിന്റ് വേർഷൻ, യേശുക്രിസ്തുവിന്റെ കാലത്തും നിലവിലിരുന്ന ഗ്രീക്ക് വേർഷനകത്ത് അവിടെ എഴുതിയ സെയിം യഹിയെ എന്നുള്ള ഡിവൈൻ ടേമിന് അവർ കൊടുത്തിരിക്കുന്ന ട്രാൻസ്ലേഷനാണ് ഈഗോ എയ്മി, ഞാൻ ആകുന്നു എന്നുള്ളൊരു ഫ്രേസ്. ഈ ഞാൻ ആകുന്നു എന്നുള്ള ഫ്രേസ് യേശുക്രിസ്തു പലപ്പോഴും എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 25 വരെയുള്ള വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അവൻ അവരോട്, നിങ്ങൾ കീഴിൽ നിന്നുള്ളവർ, ഞാൻ മേലിൽ നിന്നുള്ളവൻ. നിങ്ങൾ ഈ ലോകത്തിൽ നിന്നുള്ളവർ, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല. ആകയാൽ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് പറഞ്ഞു. ഇവിടെ മലയാളത്തിൽ ഇങ്ങനെ ഒന്ന് വളച്ചു കെട്ടിയത് ഞാൻ അങ്ങനെയുള്ളവൻ എന്ന് വിശ്വസിക്കാഞ്ഞാൽ. അവിടെ യഥാർത്ഥത്തിൽ എഴുതിയിരിക്കുന്ന ഈഗോ എയ്മി എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ, അതായത് ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. ഇപ്പോൾ ഒരു ചോദ്യം വരും, ഞാൻ ആകുന്നു എന്താകുന്നു? ഗ്രാമറ്റിക്കലി ഇറ്റ്സ് നോട്ട് എ പെർഫെക്റ്റ് സെന്റൻസ്. ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപം. ഇത് കേൾക്കുന്ന ഒരു മനുഷ്യൻ ആദ്യം ചോദിക്കും, നീ ആരാകുന്നു? പലരും ഇവിടെ വിശദീകരിക്കും, മുകളിൽ നിന്നുള്ളവൻ എന്ന് മുന്നേ പറഞ്ഞതുകൊണ്ട് മുകളിൽ നിന്നുള്ളവനാകുന്നു എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. എന്നാൽ അതല്ല എന്ന് അതിന്റെ തൊട്ടടുത്ത വാക്യം തന്നെ പറയുന്നുണ്ട്. കാര്യം ഇതും ഈ സെന്റൻസ് മുഴുവൻ കേട്ട് യഹൂദന്മാർ നമ്മളിപ്പോൾ ചോദിക്കുന്നു, ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് യേശു പറഞ്ഞപ്പോൾ യഹൂദന്മാർ ചോദിക്കും, നീ ആരാകുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കണം. തൊട്ട് താഴത്തെ വാക്യം എങ്ങനെയാ പറയുന്നത്? അവർ അവനോട് നീ ആരാകുന്നു എന്ന് ചോദിച്ചതിന് യേശു ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആദ്യം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോകുന്നത് തന്നെ. ആദ്യം മുതൽ മോശയുടെ കാലം മുതൽ, ഇസ്രായേൽ ജനത്തിന്റെ പ്രവാസം തുടങ്ങുന്ന മോശയുടെ കാലം മുതൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു പോരുന്നതന്നെ ഞാൻ ആകുന്നു, യഹിയേ അഥവാ ഈഗോ എയ്മി, ഞാൻ ആകുന്നു എന്ന് നിങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ, ദൈവം മാത്രം എടുക്കുന്ന ടേം ഞാൻ ആകുന്നു എന്ന ടേം അവിടെ യേശുക്രിസ്തു സ്വയം എടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ വാക്യം. അതിന്റെ താഴേക്ക് വെച്ച ആ അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ വാക്യത്തിലും അബ്രഹാമിന് മുമ്പേ ഞാൻ ഉണ്ട് എന്ന മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്, അബ്രഹാമിന് മുമ്പേ ഈഗോ എയ്മി, ഞാൻ ആകുന്നു എന്നാണ് അതിന്റെ ഗ്രീക്ക്. അബ്രഹാമിന് മുമ്പേ, അബ്രഹാം എന്നൊരുത്തൻ ഉണ്ടാകുന്നതിന് മുമ്പേ ഐ ആം അഥവാ ഈഗോ എയ്മി എന്നാണ് ആ വാക്യം അവിടെ വ്യക്തമായിട്ട് എഴുതുന്നത്. സംശയമുള്ള ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ ഞാൻ ആകുന്നു എന്ന, ഞാൻ ഉണ്ടെന്നല്ല, അവിടെ ഞാൻ ആകുന്നു എന്നാണ് അവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ യേശുക്രിസ്തു പലപ്പോഴും എടുത്തിട്ടുണ്ട് ഞാൻ ആകുന്നു എന്നുള്ള വിശേഷണം. യഹൂദന്മാർ ഡിവൈനായി കരുതുന്ന, അല്ലെങ്കിൽ വിശുദ്ധമായി കരുതുന്ന, അതിവിശുദ്ധമായി ദൈവത്തിന് മാത്രം എടുക്കുവാൻ കഴിയുന്ന ഒരു പദമാണ് യഹിയെ അഥവാ ഞാനാകുന്നു എന്ന ദൈവത്തിന്റെ ആ സെന്റൻസ്, ദൈവത്തിന് മാത്രം അവകാശപ്പെട്ടാണെന്ന് കരുതുന്ന ആ സെന്റൻസ് യേശുക്രിസ്തു യഹൂദന്മാരുടെ അടുക്കൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളപ്പോഴൊക്കെ അവർ അവനെ എറിയാൻ കല്ലുമെടുത്തിട്ടുണ്ട്. കാരണം അത് ദൈവദൂഷണമാണ്. മഹാപുരോഹിതന്റെ അടുക്കൽ യേശുക്രിസ്തുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 2 ഭാഗങ്ങളിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 61 മുതലുള്ള വാക്യങ്ങളിലും, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 69 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു. മർക്കോസിന്റെ വിഷയത്തിൽ മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു. ഒരു കാര്യം ഉറപ്പാ, വന്ധ്യനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിക്കുമ്പോൾ ക്രിസ്തു അഥവാ മശിഹ വന്ധ്യനായവന്റെ പുത്രനാണെന്ന് അവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ യേശുക്രിസ്തു ഞാനാണെന്ന് പറഞ്ഞാൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ. യേശുക്രിസ്തു അത് അവകാശപ്പെടുന്നു. അതാണോ അല്ലയോ എന്ന് തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. യേശുക്രിസ്തു അതിന് അവകാശപ്പെടുന്നു എന്നല്ലാതെ അതിനകത്തൊരു പാവലി. ഒരു മനുഷ്യൻ വരും, അവൻ വന്ധ്യനായവന്റെ പുത്രനായിരിക്കും, അത് മശിഹയായിരിക്കും, അവരും വിശ്വസിക്കുന്നു, അത് യേശുവാണെന്ന് യേശു പറയുന്നു. അതാണോ അല്ലയോ എന്ന് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. അവിടെ ഒരു ദൈവദൂഷണം, അത് ബ്ലാസ്ഫമി, ദൈവം നിന്ന അവിടെ വരുന്നില്ല. എന്നാൽ യേശുക്രിസ്തുവിന്റെ അടുത്ത വാക്യം ഇങ്ങനെയാണ്, മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശ മേഘങ്ങളോടെ വരുന്നത് നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു. അതിനകത്തും ദൈവം നിന്നയില്ല. കാരണം മശിഹയെ കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ 110-ാം സങ്കീർത്തനത്തിൽ പറയുമ്പോൾ അതിന്റെ 1-ാം വാക്യത്തിൽ യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളും, നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. അതായത് യഹോവയുടെ വലത്തുഭാഗത്തിരിക്കുന്ന മശിഹയെ കുറിച്ച് സങ്കീർത്തനങ്ങളിലുണ്ട്. യേശുക്രിസ്തു അത് എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. യഹോവയുടെ വലത്തുഭാഗത്ത് എന്റെ കർത്താവ് എന്ന് മശിഹയെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ മശിഹ ദാവീദിന്റെ പുത്രനാണെന്ന് യേശുക്രിസ്തു അടുത്ത് യഹൂദന്മാരോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോ മശിഹ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നവനാണെന്ന് ദൈവവചനമുള്ളതാ, അതറിയാവുന്ന മഹാപുരോഹിതനാ. അപ്പൊ അതും സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നു, മേഘങ്ങളോടെ വരുന്നു എന്ന് പറയുന്ന ഒന്നും ദൈവനിന്ദയല്ല. പിന്നെ എന്തുകൊണ്ടാ ഇവൻ ദൈവനിന്ദയാണ് ചെയ്തത്? ഇവൻ മരണയോഗ്യനാന്ന് മഹാപുരോഹിതൻ അപ്പൊ തന്നെ വസ്ത്രം കീറി. പുരോഹിതനെന്ന് പേർപ്പെട്ടവൻ തലമുടി പിച്ചിപ്പറിക്കുകയോ വസ്ത്രം കീറുകയോ ചെയ്യരുതെന്ന് ദൈവത്തിന്റെ വചനമിരിക്കെ ഒരു പൊതു സമൂഹത്തെ സാക്ഷി നിർത്തി വസ്ത്രം കീറണമെങ്കിൽ അതിനെ ന്യായീകരിക്കത്തക്ക, ആ പ്രവൃത്തിയെ ന്യായീകരിക്കത്തക്ക വിധമുള്ള ഒരു ദൈവദൂഷണം ആ യേശുവിന്റെ വാക്കിൽ നിന്ന് വന്നു എന്നതാണ് അവിടെ വ്യക്തമാക്കുന്നത്. അത് എന്തായിരുന്നു ആ ദൈവദൂഷണം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു പറഞ്ഞ വാക്ക, ഞാൻ
ആകുന്നു എന്നുള്ള വേർഡാണ് അവർ ദൈവദൂഷണമായിട്ട് എടുക്കുന്നത്. കാരണം ഞാൻ ആകുന്നു എന്നുള്ള യഹോവയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരു ടേമാണ്. അതുപോലെ യേശുവിനെ പിടിക്കാൻ വരുമ്പോഴും ചോദിക്കും, നിങ്ങൾ ആരെ തിരയുന്നു? യേശു ക്രിസ്തു ചോദിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ നസ്രായൻ യേശുവിനെ തരുന്നു, ഞാൻ ആകുന്നു, ഈഗോ എയ്മി എന്ന് പറഞ്ഞപ്പോൾ അവർ പിൻവാങ്ങി നിലത്തുകൊണ്ട് നമ്മളോട് വായിക്കുവാൻ സാധിക്കും. ദൈവം എന്നുള്ള അധികാരത്തിൽ യേശു ക്രിസ്തു ഞാൻ ആകുന്നു എന്ന് പറയുമ്പോൾ യഹിയെ എന്ന് മോശയോട് പറഞ്ഞ അതേ അധികാരം, ഞാൻ ആകുന്നവൻ, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നുള്ള അധികാരത്തിൽ യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ പിൻവാങ്ങി നിലത്തുകൊണ്ട് അതേ യേശു തന്നെ ഒരു മനുഷ്യപുത്രൻ എന്നുള്ളതിൽ ഞാൻ ആകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ യേശുവിനെ പിടിച്ച് ബന്ധിച്ചു കൊണ്ടുപോയി. അപ്പൊ യേശു ക്രിസ്തു തന്നെ ഞാനാകുന്നു ദൈവമെന്ന് ഒരു ഡൗട്ടിനിടയില്ലാത്തവൻ തിരുവചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ശിഷ്യന്മാർ പലരും യേശുവിനെ ദൈവം എന്ന് വിളിച്ചു. അതുപോലെ തന്നെ പ്രവാചകന്മാർ പലരും യേശുവിനെ ദൈവം എന്ന് വിളിച്ചു. അപ്പോ ദൈവപുത്രൻ യേശുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം, മനുഷ്യപുത്രൻ യേശുവിനെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനം, അതേസമയം തന്നെ യേശു ദൈവമാണ്, ഏകദൈവം തന്നെയാണ് യേശു എന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോഴും ഒരു ക്വസ്റ്റ്യൻ അവശേഷിക്കും, എങ്ങനെ ഏകദൈവം, ഒരേ ഒരു ദൈവം മനുഷ്യനായിട്ട് അവതരിക്കും? അതല്ലെങ്കിൽ ഒരേ സമയം തന്നെ ദൈവം എങ്ങനെ പിതാവായിട്ടും പുത്രനായിട്ടും നിൽക്കുന്നു? എങ്ങനെ ഒരേ സമയം പിതാവും പുത്രനും ദൈവമായി തീരുന്നു? അല്ലെങ്കിൽ അങ്ങനെ ദൈവമായി തീരുമ്പോൾ എങ്ങനെ ഒരു ദൈവമെന്ന്, അല്ലെങ്കിൽ അവിടെ രണ്ട് ദൈവമായില്ലേ എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഇപ്പം എല്ലാവരുടെ മനസ്സിലുണ്ടാകും. ഞാൻ ഇതിനെക്കുറിച്ച് എങ്ങനെ ഏകദൈവം, സർവത്തിൻ്റെ ഉടയവനും സർവ്വവ്യാപിയും സർവശക്തനുമായ ഏകദൈവം, നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും പെർസെപ്ഷൻ അപ്പുറത്തുള്ള ഏകദൈവം ഒരേ സമയം തന്നെ അവൻ വചനമായിട്ടും ആത്മാവായിട്ടും അവൻ ഒരു ദൃശ്യരൂപത്തിൽ ജഡരൂപത്തിലും വെളിപ്പെടുന്നു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു മെസ്സേജ് ഞാൻ ഇതിന് മുന്നിട്ടിട്ടുണ്ട് എൻ്റെ യൂട്യൂബ് പേജിൽ. അതുകൊണ്ട് അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡൗട്ട്സ് എല്ലാം മാറി. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കമൻ്റ് ഇടാം, ഞാൻ മറുപടി പറയുന്നതായിരിക്കും. ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുന്നു.